ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. നമ്മുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം പുതിയ സ്കന്ധം 25-ാം അധ്യായം 21-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം ശാന്തി 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 ദ്വൈപായനം വിലഹകാതരേദിതന്മയതയാതരവോജ്ഞേദിസ്തം സർവഭൂതഹൃദയം. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും തൃതീയ സ്കന്ധം അധ്യായം 25 ശ്ലോകം 21. തൃതീയ സ്കന്ധം അധ്യായം 25 ശ്ലോകം 21. തിതിക്ഷവകാരുണിക സുഹൃത സർവദേഹിനാം അജാതശത്രവശാന്താം സാധവ സാധുഭൂഷണാം. തിതിക്ഷവ ക്ഷമാശീലൻ, തിതിക്ഷയുള്ളവർ. കാരുണികാഹ കരുണയുള്ളവർ. സുഹൃദ നല്ല ഹൃദയമുള്ള സുഹൃത്തുക്കൾ, മിത്രങ്ങൾ. സർവദേഹിനാം എല്ലാ പ്രാണികൾക്കും സുഹൃദ സുഹൃത്തായിട്ടിരിക്കുന്നത്. അജാതശത്രവ ശത്രുക്കൾ ഉണ്ടാകാത്തവർ. ശാന്ത ശാന്തന്മാരുമായ. സാധവ സജ്ജനങ്ങൾ. സാധുഭൂഷണാഹ സാധുക്കൾ, നന്മ നല്ലത് ഭൂഷണമായിട്ടുള്ളവർ ആണ് സാധുക്കൾ. മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത് ബന്ധമോക്ഷങ്ങൾക്ക് കാരണം ശുചിയും അശുചിയുമാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. ദുഃഫംഗം കൊണ്ട് ബന്ധവും സത്സംഗം കൊണ്ട് മോക്ഷവുമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ മോക്ഷം ഉണ്ടാകണമെങ്കിൽ സത്തുക്കൾ ആരാന്ന് അറിയണ്ടേ, എന്നിട്ട് വേണ്ടേ സത്സംഗം ഉണ്ടാവാൻ. ഇനി അങ്ങോട്ട് 2-3 ശ്ലോകത്തിൽ സത്തുക്കളുടെ ലക്ഷണം പറയാം. ആരാണ് സജ്ജനങ്ങൾ? ഇത് അറിഞ്ഞിട്ട് വേണ്ടേ അവരോട് കൂട്ടുകൂടാൻ. അവരുമായിട്ട് ചേർന്ന് പോയെങ്കിലല്ലേ സത്സംഗമുണ്ടായി മോക്ഷത്തിലേക്കുള്ള വഴി തെളിഞ്ഞു വരികയുള്ളൂ. ദുസ്സംഗമാണ് ഉണ്ടാകുന്നതെങ്കിൽ സംസാര ബന്ധനത്തിൽ കിടന്ന് ആവർത്തിച്ച് കറങ്ങിയുള്ളൂ. അതുകൊണ്ട് സത്സംഗം ഉണ്ടാകണമെങ്കിൽ ഒന്ന് തിതിക്ഷുക്കൾ സജ്ജനങ്ങളാണ്, നല്ല ക്ഷമയുള്ളവർ. തന്നോട് എന്ത് അപരാധം ചെയ്താലും, എത്ര ചീത്ത പറഞ്ഞാലും, എത്ര ഉപദ്രവിച്ചാലും തിരിച്ചൊരു പ്രകോപനമുണ്ടാക്കാതെ ശാന്തതയോടെ അനുഭവിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരോ അവരാണ് സജ്ജനങ്ങൾ. കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. തിതിക്ഷവ സാധവ, തിതിക്ഷുക്കൾ സാധുക്കളാണ്. അങ്ങനെയുള്ളവർ നമുക്ക് കണ്ടുകിട്ടാൻ പറ്റില്ല. ഒന്ന് പറഞ്ഞാൽ തിരിച്ചെതിര് പറയും, രണ്ടാമത്തേന് അടിപിടി ബഹളം കൊത്ത കൊല ഇങ്ങനെ പോകുന്നവരാണ് ഇന്ന്. അല്പം പോലും ക്ഷമയില്ല, തിതിക്ഷയില്ല. അവർ സാധുക്കളല്ല, സജ്ജനങ്ങളല്ല. എന്ത് അപരാധത്തെയും സഹിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക, തിരിച്ച് പ്രതികാരം ചെയ്യാതിരിക്കുക. അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ള കരുണയുണ്ടാവുക, മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ തീർക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിനുള്ളൊരു കാരുണ്യം ഉണ്ടായിരിക്കുക. അതുപോലെ എല്ലാവരെയും സുഹൃത്തുക്കളായിട്ട് കാണാൻ പറ്റുക. സകല ജീവജാലങ്ങളിലും തങ്ങളുടെ സുഹൃത്തുക്കളാണ്.
എന്ന് എല്ലാറ്റിനെയും സമഭാവത്തോടെ കാണാൻ പറ്റുന്നവർ, ശത്രുക്കൾ ഉണ്ടാകാത്തവർ. ശത്രുക്കൾ ഉണ്ടാകണമെങ്കിൽ കോപം കൂടണം, ഇതേ ഉള്ളൂ. കോപം വർദ്ധിച്ചാൽ ശത്രുക്കൾ ഇഷ്ടം പോലെയുണ്ട്. മിത്രങ്ങളൊക്കെ ശത്രുക്കളാകും, ബന്ധുക്കളൊക്കെ ശത്രുക്കളാകും. കോപം കൂടിക്കഴിഞ്ഞാൽ അമ്മ ശത്രുവാകും, അച്ഛൻ ശത്രുവാകും, ഭാര്യ ശത്രുവാകും, പുത്രന്മാർ ശത്രുക്കളാകും. അതുകൊണ്ട് അജാത ശത്രുക്കളായിരിക്കണം, ശാന്തന്മാരായിരിക്കണം, ശാന്ത സ്വഭാവത്തോടു കൂടിയവരായിരിക്കണം. സാധുഭൂഷണന്മാരായിരിക്കണം. നല്ലത് അലങ്കരിക്കപ്പെട്ടവരായിരിക്കണം. എന്താണ് നല്ലത്? നല്ല വാക്കുകൾ, നല്ല വിദ്യ, നല്ല പ്രവൃത്തി. നല്ല വാക്ക് സംസാരിക്കാൻ പറ്റുക, നല്ല വിദ്യ അറിവ് നേടാൻ പറ്റുക, നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുക. ഇതാണ് സാധുഭൂഷണന്മാർ. ഇങ്ങനെയുള്ളവരാണ് സാധവ സജ്ജനങ്ങൾ. കണ്ടുപിടിച്ചോളൂ ആരൊക്കെ ഉണ്ടെന്ന്, അവരോട് കൂട്ടുകൂടിക്കോളൂ, കുഴപ്പമില്ല. കാരുണിക സുഹൃദ സർവദേഹിനാം അജാതശത്രവശാന്ത സാധവ സാധുഭൂഷണാം. തിദിക്ഷഃ കാരുണികാഃ സർവദേഹിനാം സുഹൃദഃ അജാതശത്രവഃ ശാന്താഃ സാധുഭൂഷണാഃ സാധവ. തിദിക്ഷവ കാരുണികാ സുഹൃദ സർവദേഹിനാം അജാതശത്രവശാന്ത സാധവ സാധുഭൂഷണാം. തിദിക്ഷവ കാരുണികാ സുഹൃദ സർവദേഹിനാം അജാതശത്രവശാന്ത സാധവ സാധുഭൂഷണാഃ. മയ്യനന്യേന ഭാവേന ഭക്തിം കുർവന്തി യേ ദൃഢാം മത്കൃതേ ത്യക്തകർമാണഃ ത്യക്തസ്വജനബാന്ധവാഃ. അടുത്ത സ്വഭാവം, മയി അനന്യഭാവേന ഭക്തിം യേ ദൃഢാം കുർവന്തി. എന്നിൽ അനന്യഭാവേന, മറ്റൊരാളും ഉള്ളിൽ പ്രവേശിക്കാത്ത ഭാവം, അന്യരിലേക്ക് സംവേശിപ്പിക്കാത്ത ഭാവം, ഒന്നിൽ മാത്രം ഉറപ്പിച്ചു നിൽക്കുന്ന ഭാവം, അതാണ് അനന്യഭാവം. അങ്ങനെ അനന്യഭാവത്തോടെ എന്നിൽ ആരാണോ ദൃഢമായും ഭക്തി ഉണ്ടാക്കുന്നത്, മത്കൃതേ ത്യക്ത കർമാണ്, എനിക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കപ്പെട്ട കർമ്മങ്ങളോട് കൂടിയവരുമായി, ത്യക്തസ്വജനബാന്ധവാഹം, സ്വജനങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ എനിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറായവർ ആരോ അവരാണ് സജ്ജനങ്ങൾ. അവരവരുടെ അന്ധഃകരണത്തിൽ എപ്പോഴും ഞാനെന്ന ഏക വസ്തുവിൽ, ഏക ലക്ഷ്യത്തിൽ മനസ്സ് ഉറച്ചവരായിരിക്കണം. അവർക്ക് എന്നിൽ ഇളകാത്ത ഭക്തി ഉണ്ടാകും. നമ്മൾക്ക് ഭക്തി ഉണ്ടാകുന്നത് ചഞ്ചല ഭക്തിയാണ്, ഇളകുന്ന ഭക്തിയാണ്. കാരണം നമ്മുടെ ഭക്തി ഒന്നിൽ മാത്രമല്ല ഉറയ്ക്കുന്നത്. ഒരു ദിവസം 12ഓളം ദേവതകളിലേക്ക് നമ്മുടെ മനസ്സ് മാറിപ്പോകും. അവരിലെ സ്തോത്രങ്ങളൊക്കെ ചൊല്ലി, അവരെയൊക്കെ സ്തുതിച്ച് നമസ്കരിച്ച്, അവരുടെയൊക്കെ അമ്പലത്തിൽ പോയി, ഇങ്ങനെ പല പല വിധങ്ങളിൽ കറങ്ങി തിരിഞ്ഞു പോകുന്ന ചഞ്ചലമായ മനസ്സിൽ ഭക്തി ദൃഢമാവില്ല. ഭക്തിയുണ്ട്, പക്ഷെ ദൃഢമാവില്ല. അപ്പൊ ഭക്തി ദൃഢമാവണമെങ്കിൽ ഒന്നി ഉറയ്ക്കണം. ഈ കാണുന്ന എല്ലാ ദേവതകളിലെയും ചൈതന്യം ഒന്നിലുണ്ട് എന്ന് സ്വയം ഉറപ്പിക്കാൻ പറ്റണം. അവരാണ് സജ്ജനങ്ങൾ. അതേപോലെ ത്യക്തകർമാണ്, എനിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ, അതായത് നാമജപങ്ങൾ, പൂജകൾ, ഹോമങ്ങൾ, ആരാധനകൾ, ഇതെല്ലാം എനിക്ക് വേണ്ടിയുള്ള കർമ്മമാണ്. അത് ഉപേക്ഷിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ, തനിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അതുപോലെ ഞാൻ ഉള്ളിൽ നിറഞ്ഞു നിന്നാൽ, ഞാൻ ആ ഗൃഹത്തിൽ നിറഞ്ഞു നിന്നാൽ പിന്നെ മറ്റു ബന്ധുക്കളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്നെ കൊണ്ട് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ, ബാക്കി ആരെ കൊണ്ടും പറ്റില്ല. അതുകൊണ്ട് സ്വജനബാന്ധവന്മാരെ ത്യജിക്കാൻ തയ്യാറാവണം. ആർക്ക് വേണ്ടി? എനിക്ക്.
ഞാൻ ഉള്ളിലുണ്ടെങ്കിലേ ത്യജിക്കാൻ പറ്റും, അതേ പറ്റില്ല. നിങ്ങൾ ആരുമില്ലെങ്കിൽ എനിക്ക് ഈശ്വരനുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നിങ്ങളാരും ഇല്ലെങ്കിലേ ഉള്ളൂ, ഉണ്ടെങ്കിൽ എനിക്ക് ഈശ്വരനില്ല. അതുകൊണ്ടാണ് ഉള്ളിൽ ഈശ്വരനുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ ഇവരെയൊക്കെ ഉപേക്ഷിക്കാൻ ഒരു മടിയില്ല. അങ്ങനെയുള്ളവരാരോ അവരാണ് സാധുക്കൾ, സജ്ജനങ്ങൾ. സാധുക്കളുടെ ലക്ഷണം പറഞ്ഞു വരികയാണ്. മയ്യനന്യഭാവേന ഭക്തിം കുറുവന്തി ദൃഢാം മത്കൃതേ ത്യക്തകർമാണ ത്യക്തസ്വജനബാന്ധവാ. മയി അനന്യഭാവേന ദൃഢാം ഭക്തിം യേ കുറുവന്തി മത്കൃതേ ത്യക്തകർമാണ ത്യക്തസ്വജനബാന്ധവാ. മയ്യനന്യേന ഭാവേന ഭക്തിം കുറുവന്തി യേ ദൃഢാം മത്കൃതേ ത്യക്തകർമാണ ത്യക്തസ്വജനബാന്ധവാ. മയ്യനന്യഭാവേന ഭക്തിം കുറുവന്തി യേ ദൃഢാം മത്കൃതേ ത്യക്തകർമാണ ത്യക്തസ്വജനബാന്ധവാ. മദാശ്രയാ കഥാമൃഷ്ടാ ശൃണ്വന്തി കഥയന്തി ച തപന്തി വിവിധാം സ്ഥാപാൻ ഏതാൻ മദ്ഗതചേതസാം. അടുത്ത ലക്ഷ്യം മദാശ്രയാഹ കഥാഹ. എന്നെ ആശ്രയിക്കുന്ന കഥകൾ, മൃഷ്ടാഹ കഥാഹ ശുദ്ധമായ കഥകൾ, ശൃണ്വന്തി കഥയന്തി ച കേൾക്കുകയും പറയുകയും ചെയ്യുക. എന്നെ ആശ്രയിച്ചിരിക്കുന്ന പരിശുദ്ധമായ കഥകൾ കേൾക്കുകയും പറയുകയും ചെയ്യുക. തപന്തി വിവിധാം സ്ഥാപാൻ പലതരത്തിലുള്ള താപങ്ങളെ, വിവിധാൻ താപാൻ മദ്ഗതചേതസഃ എന്നിൽ ഉറച്ച മനസ്സോടുകൂടിയാണെങ്കിൽ വിവിധങ്ങളായ ആ താപങ്ങൾ ന തപന്തി അവരെ തപിപ്പിക്കത്തില്ല. താപാൻ ന ഏതാൻ മദ്ഗതചേതസഃ. വിവിധങ്ങളായ താപങ്ങൾ എന്നിലുറച്ച മനസ്സോടുകൂടിയവരാണെങ്കിൽ അവരെ തപിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ താപങ്ങൾ നമ്മെ തപിപ്പിക്കുക തന്നെ ചെയ്യും. എന്നിൽ മനസ്സുറച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരുവിധ സന്താപങ്ങളും ബാധിക്കില്ല. ബാധിക്കാത്ത മട്ടിൽ ഞാൻ അവരെ രക്ഷിച്ചുകൊള്ളും. എന്നിൽ മനസ്സുറപ്പിച്ചു നിൽക്കുന്ന സജ്ജനങ്ങളായ ഭക്തന്മാർ ആരുണ്ടോ അവരെ ഒരു സന്താപവും ബാധിക്കാതെ ഞാൻ അവരെ കാത്തു സൂക്ഷിച്ച് രക്ഷിച്ചോളും. മദ്ഗതചേതസഃ ഏതാൻ വിവിധാൻ താപാൻ ന തപന്തി. ഈ വൈവിധ്യമാർന്ന താപങ്ങൾ അവരെ തപിപ്പിക്കത്തില്ല. ഇതും സാധുക്കളുടെ ലക്ഷണമാണ്. മദാശ്രയാ കഥാമൃഷ്ടാ ശൃണ്വന്തി കഥയന്തി ച തപന്തി വിവിധം സ്ഥാപാൻ നൈതാൻ മദ്ഗതചേതസാം. മദാശ്രയാഃ മൃഷ്ടാഃ കഥാഃ യേ ശൃണ്വന്തി കഥയന്തി ച തേ സാധവഃ മദ്ഗതചേതസഃ ഏതാൻ വിവിധാഃ താപാഃ ന തപന്തി. മദാശ്രയാ കഥാമൃഷ്ടാ ശൃണ്വന്തി കഥയന്തി ച തപന്തി വിവിധാം സ്ഥാപാൻ നൈതാൻ മദ്ഗതചേതസഃ. മദാശ്രയാ കഥാമൃഷ്ടാ ശൃണ്വന്തി കഥയന്തി ച തപന്തി വിവിധം സ്ഥാപാൻ നൈതാൻ മദ്ഗതചേതസഃ. തയേതേ സാധവഃ സദ്ഭിഃ സർവസംഗവിവർജിതാ സംഗസ്തേഷ്വധതേ പ്രാർത്ഥ്യ സംഗദോഷഹരാഹിതേ. ഏതേ സാധവഃ തേ ഏതേ സാധവഃ ആ സജ്ജനങ്ങൾ, ഇവരൊക്കെയാണ് സജ്ജനങ്ങൾ. ഹേ സാധ്വി, അല്ലയോ പതിവ്രതയായ സാധുശീലം ഉള്ളവളെ, സാധുവായ ശീലത്തോടുകൂടിയവൾ സാധ്വി. സർവസംഗ വിവർജിതാ എല്ലാ സംഘവും ഉപേക്ഷിച്ചുകൊണ്ട് എന്നിൽ മാത്രം സംഘത്തെ ഉറപ്പിച്ചുകൊണ്ട്, അങ്ങനെ ഉറപ്പിച്ചാൽ ബാക്കി സംഘങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഈ സാധുക്കൾ യാതൊന്നുകൊണ്ടാണോ അവർ
ഫംഗദോഷഹരാഹ. ഫംഗം നിമിത്തമുള്ള ദോഷം നശിച്ചവരാണ്. ഫംഗദോഷഹരാഹ തേ അതുകൊണ്ട് തേഷു അവരിൽ ഫംഗഹത്തെ പ്രാർത്ഥ്യ, അവരിലുള്ള ഫംഗം പ്രാർത്ഥിക്കപ്പെടേണ്ടതാണ്. മറ്റൊരു വിഷയങ്ങളോടും ബന്ധിക്കാതെ ധാരാളം ഭജനങ്ങൾ ഈ ലോകത്ത് ഉണ്ടാകും. നിരന്തരമായും ഭഗവത് കഥകൾ പാടി കേട്ട് കേൾപ്പിച്ച് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഭജനങ്ങൾ ധാരാളം ഉണ്ടാകും. അവരുള്ള ചേർച്ച ഉപേക്ഷിക്കരുത്. പക്ഷേ ദുഷ്ഫംഗം കൊണ്ടുള്ള ദോഷം ഉണ്ടെങ്കിൽ പോലും അവരെ ശമിപ്പിക്കും. ദുർജനങ്ങളോട് കൂട്ടുകൂടി നടന്ന ഒരാളാണ് ഈ സജ്ജന സംഗമത്തിൽ എത്തിയതെങ്കിൽ പോലും ദുർജനങ്ങളോട് കൂട്ടുകൂടിയപ്പോൾ ഉണ്ടായി വന്ന ഉള്ളിലുള്ള ദുഷ്ടത മാലിന്യത്തെ ഇവര് നശിപ്പിക്കും. അതുകൊണ്ട് അവരോടുള്ള സംസർഗം ആഗ്രഹിക്കത്തക്കതാണ്. എന്തുകൊണ്ടാണ് സജ്ജന സംഗമം വേണ്ടത്? ഫംഗദോഷഹരാഹത്തെ, ഏതെങ്കിലും ദുഷ്ടതകളോട് സംഘമുള്ള മനസ്സാണെങ്കിൽ ഈ സജ്ജനങ്ങൾ ആ മനസ്സിനെ ഹരിക്കും. തേഷു സംഘ പ്രാർത്ഥ, അവരോടുള്ള സംഘം പ്രാർത്ഥിക്കപ്പെടേണ്ടത്. അതാണ് അർത്ഥിക്കേണ്ടത്. ഇവരാണ് സാധു. അതുകൊണ്ട് സജ്ജനങ്ങളോട് കൂടിച്ചേർന്നാൽ ഉള്ളിലുണ്ടായിരുന്ന ദുഷ്ടതകൾ മുഴുവൻ പോകുന്നു. മാത്രമല്ല അവർ നല്ല വഴിയിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നു. തയേതേ സാധവ ഫംഗവിവർജിത ഫംഗസ്തേഷ്വധതേ പ്രാർത്ഥ്യ ഫംഗദോഷഹരാഹിതേ. ഹേ സാധ്വി, സർവഫംഗവിവർജിതാഃ തേ ഏതേ സാധവഃ തേ ഫംഗദോഷഹരാഃ അഥ തേഷു ഫംഗഃ തേ പ്രാർത്ഥ്യഃ. തയേതേ സാധവ സാധ്വി സർവഫംഗവിവർജിത ഫംഗസ്തേഷ്വധതേ പ്രാർത്ഥ്യ ഫംഗദോഷഹരാഹിതേ. തയേതേ സാധവ സാധ്വി സർവഫംഗവിവർജിത ഫംഗസ്തേഷ്വധതേ പ്രാർത്ഥ്യ ഫംഗദോഷഹരാഹിതേ. ഫതാം പ്രസംഗൻ മമ വീര്യസംവിദോ ഭവന്തി ഹൃത്കർണരസായന കഥാ തജ്ജോഷണാദാശു അപവർഗവർണ്ണനി ശ്രദ്ധാരിതഭക്തിരനുക്രമിഷ്യതി. ഫതാം പ്രസംഗാത്, സജ്ജനങ്ങളുള്ള ചേർച്ച കൊണ്ട്. ഫതാം പ്രസംഗാത്, അവരുള്ള പ്രസംഗം കൊണ്ട്. മമ, എന്റെ. വീര്യസംവിദ, വീര്യവും ജ്ഞാനവും. സംവിത്ത് ജ്ഞാനം. വീര്യസംവിത്ത്, വീര്യത്തോടു കൂടിയ ജ്ഞാനം. അത് സതാം പ്രസംഗാത്മമ, സത്തുക്കളുടെ പ്രസംഗത്തിൽ നിന്നുമാണ് എന്റെ ജ്ഞാനത്തിന് വീര്യമുണ്ടാകുന്നത്. എന്റെ അറിവിന് ശക്തിയും ബലവും ഉണ്ടാകുന്നത് സജ്ജന സംഗമം കൊണ്ടാണ്. സതാം പ്രസംഗാത്മമ വീര്യ സംവിദോ ഭവന്തി, ഉണ്ടാകുന്നു. ഹൃത്കർണരസായന കഥാഹ, ആ കഥകളാകട്ടെ ഹൃദയത്തിനും ചെവിക്കും രസായനമാണ്, ആനന്ദകരമായ അനുഭവമാണ്. ചെവിക്ക് രസായനമാണ്, ഹൃദയത്തിന് രസായനമാണ്. രസത്തെ ഉള്ളിലേക്ക് എത്തിക്കുന്നതാണ്, രസത്തെ അയനം ചെയ്യുന്നതാണ് രസായനം. അതുകൊണ്ട് കർണരസായനാഹ കഥാ തജ്ജോഷണാത്, അവരുള്ള ചേർച്ച കൊണ്ട്. ആശു അപവർഗവർത്തനി, പെട്ടെന്ന് മോക്ഷമാർഗത്തിൽ ശ്രദ്ധാരത ഭക്തി അനുക്രമിഷ്യതി. ശ്രദ്ധയും രതിയും അനുക്രമത്തിലുണ്ടാകും. ശ്രദ്ധയുണ്ടാകും, രതിയുണ്ടാകും, ഭക്തിയുണ്ടാകും. അനുക്രമിഷ്യതി, അനുക്രമേണ വന്നു, ഒന്നിനു പുറകെ ഒന്നിനായിട്ട് വരും. ആദ്യം ശ്രദ്ധയുണ്ടാകും,
പിന്നെ രതിയുണ്ടാകും, പിന്നെ ഭക്തി ഉണ്ടാകും. അതുകൊണ്ട് സത്സംഗം കൊണ്ട് ആണ് എല്ലാ ദോഷവും മാറിക്കിട്ടും എന്ന് മാത്രമല്ല, മോക്ഷത്തിന് വേണ്ടിയുള്ള വഴിയും കാണിച്ചു തരും. രണ്ടുകൊണ്ടും സജ്ജന സംഗമം അനിവാര്യമാണ്. ഫതംപ്രസംഗൻ മമ വീര സംവിദോ ഭവന്തിഹത് കർണരഫായന കഥ തജ്ജോഷണാദാശ്വപവർഗവർണ്ണനി ശ്രദ്ധാരതത് ഭക്തിരനുക്രമിഷ്യതി. ഫതാം മേ വീരസംവിദഃ ഫതാം മമ വീരസംവിദഃ ഹൃത്കർണരഫായനാഃ കഥാഃ ഭവന്തി. തജ്ജോഷണാത് ആശു അപവർഗവത്മനി ശ്രദ്ധ രതിഃ ഭക്തിഃ അനുക്രമിഷ്യതി. പതാം പ്രസംഗൻ മമ വീരസംവിദോ ഭവന്തി ഹൃത്കർണരഫായന കഥാ തജ്ജോഷണാദാശ്വപവർഗവർണ്ണനി ശ്രദ്ധാരതർ ഭക്തിരനുക്രമിഷ്യതി. ഫതാം പ്രസംഗൻ മമ വീരസംവിദോ ഭവന്തി ഹൃത്കർണരഫായന കഥാ തജ്ജോഷണാദാശ്വപവർഗവർണ്ണനി ശ്രദ്ധാരതർ ഭക്തിരനുക്രമിഷ്യതി. ഭക്ത്യാപുമാഞ്ജാത വിരാഗ ഐന്ദ്രിയാൻ ദുഷ്ടശ്രുതാത്മൻ ശ്രുതാൻ മദ്രചനാനുചിന്തയാം ചിത്തഫ്യയത്തോ ഗ്രഹണേ യോഗയുക്തോ യതിഷ്യത്തെ ഋജുഭിര്യോഗമാർഗൈഃ. ഭക്തിയോടുകൂടി ഉപമാൻ ജാത വിരാഗം ഉണ്ടായിട്ട് വൈരാഗ്യം ഉണ്ടായിട്ട് ഐന്ദ്രിയാത് ദൃഷ്ടശ്രുതാത് ഇന്ദ്രിയ സുഖത്തിൽ നിന്നും, ഐന്ദ്രിയം ഇന്ദ്രിയത്തെ സംബന്ധിക്കുന്ന സുഖമാണ് ഐന്ദ്രിയ സുഖം, അതിൽ നിന്നും ദൃഷ്ടശ്രുതാത് കണ്ടതും കേട്ടതും കൊണ്ട്, ദൃഷ്ടം കണ്ടത്, ശ്രുതാത് കേട്ടത്, കണ്ടതും കേട്ടതും ആയ ഐന്ദ്രിയ സുഖത്തിൽ നിന്നും ദൃഷ്ടശ്രുതാത് ഐന്ദ്രിയാത് മദ്രചനാനുചിന്തയാ എന്റെ രചനയിലുള്ള എന്റെ പ്രവൃത്തിയിലുള്ള അനുചിന്തയുണ്ടാകണം. മത് രചന അനുചിന്തയ എന്റെ പ്രവൃത്തിയുണ്ട്, എന്റെ കർമ്മത്തിന്റെ അനുചിന്ത കൊണ്ട് ചിത്തഫ്യ മനസ്സിന് യത്തഹ യാതൊന്നിൽ നിന്ന് ഗ്രഹണേ യോഗയുക്തു ഗ്രഹണത്തിൽ ചിത്തത്തെ ഗ്രഹിച്ചിരിക്കുന്നതിൽ യോഗയുക്തനായിട്ട് യതിഷ്യത്തെ ഋജുഭിര്യോഗമാർഗേ യതിഷ്യത്തെ യത്നിക്കുന്നു ഋജുഭിഹി യോഗമാർഗൈഹി ഋജുവായ യോഗമാർഗത്തിലൂടെ നേരെയുള്ള പ്രയാസമില്ലാത്ത യോഗമാർഗങ്ങൾ കൂടി ചിത്തത്തെ ഗ്രഹിക്കാൻ പറ്റും. ഇത് സജ്ജനസംഗമം കൊണ്ട് ഉണ്ടാകുന്നു. കഥാശ്രവണത്തിൽ മനസ്സ് ആസക്തമായാൽ ഞാൻ ചെയ്യുന്നതായ ലോകസൃഷ്ടിസ്ഥിതി സംഹാര കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ചിന്ത ഉള്ളിലുണ്ടാകും. അപ്പോൾ എന്തുണ്ടാകും? ഐന്ദ്രിയമായ വിഷയത്തിൽ നിന്നും എൻ്റെ അനുചിന്ത കൊണ്ട്, എൻ്റെ രചന കൊണ്ടുള്ള അനുചിന്ത കൊണ്ട്, എൻ്റെ കർമ്മത്തെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് കൊണ്ട് ഐന്ദ്രിയമായ ദൃഷ്ടശ്രുതത്തിൽ നിന്നും വിരാഗമുണ്ടാകും. അപ്പം ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുന്നത് ഈശ്വരകഥകളെ നിരന്തരമായും കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ്. അതിലേക്ക് മനസ്സൊന്ന് തിരിഞ്ഞാൽ ഐന്ദ്രിയമായ ദൃഷ്ടശ്രുതങ്ങളിൽ നിന്നും വിരക്തി ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ ചിത്തഗ്രഹണം മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റും.
അങ്ങനെ ആയാൽ ഋജുവായ മാർഗത്തിൽ കൂടി യോഗയുക്തനാകാൻ എത്തിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം അമ്മ ചെയ്യേണ്ടത് ഈശ്വര കഥകൾ എവിടെ കേൾക്കുന്നുവോ അവിടെ പോയിരുന്ന് നിരന്തരമായും അത് കേൾക്കുക. അത് കേട്ടാൽ മാത്രമേ ഭൗതിക വിഷയത്തിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ത്യാപുമഞ്ജാത വിരാഗം ഐന്ദ്രിയാദൃഷ്ടശ്രുതാൻ മദ്രചനാനുചിന്തയാം ചിത്തവ്യയത്തോ ഗ്രഹണേ യോഗയുക്തോ യതിഷ്യതേ ഋജുഭിര്യോഗമദ്യൈ മദ്രചനാനുചിന്തയാം ഭക്തിയാ ദൃഷ്ടശ്രുതാത് ഐന്ദ്രിയാത് ജാതവിരാഗഃ പുമാൻ യത്തഃ യോഗയുക്തഃ ഋജുഭിഃ യോഗമാർഗൈഃ ചിത്തസ്യ ഗ്രഹണേ യതിഷ്യത്തെ. ഭക്ത്യാ പുമാൻ ജാതവിരാഗ ഐന്ദ്രിയാത് ദൃഷ്ടശ്രുതന്മദ്രചനാനുചിന്തയാം ചിത്തവ്യയത്തോ ഗ്രഹണേ യോഗയുക്തോ യതിഷ്യതേ ഋജുഭിര്യോഗമദ്യൈ ഭക്ത്യാ പുമാൻ ജാതവിരാഗ ഐന്ദ്രിയാത് ദൃഷ്ടശ്രുതന്മദ്രചനാനുചിന്തയാം ചിത്തവ്യയത്തോ ഗ്രഹണേ യോഗയുക്തോ യതിഷ്യതേ ഋജുഭിര്യോഗമദ്യൈ ഭക്ത്യാ പുമാൻ ജാതവിരാഗ ഐന്ദ്രിയാത് ദൃഷ്ടശ്രുതന്മദ്രചനാനുചിന്തയാം ചിത്തവ്യയത്തോ ഗ്രഹണേ യോഗയുക്തോ യതിഷ്യതേ ഋജുഭിര്യോഗമദ്യൈ. സേവയായം പ്രകൃതിർഗുണാനാം ജ്ഞാനേന വൈരാഗ്യവിജൃംഭിതേന യോഗേന മയ്യർപ്പിതയാ ച ഭക്ത്യാ മാം പ്രത്യഗാത്മാനമിഹാവരുന്ധേ. അസേവയാ അയം, അസേവ കൊണ്ട് തന്നെ പ്രകൃതേഹി ഗുണാനാം അസേവയ, പ്രകൃതിയുടെ ഗുണങ്ങളുടെ അസേവ കൊണ്ട്, പ്രകൃതിയുടെ ഗുണങ്ങളെ സേവിക്കാത്തത് കൊണ്ട്, പ്രകൃതേഹി ഗുണാനാം അസേവയ അയം ജ്ഞാനേന അറിവുകൊണ്ട്, വൈരാഗ്യവിജൃംഭിതേന ജ്ഞാനേന വിരക്തി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ജ്ഞാനം കൊണ്ട്, വൈരാഗ്യത്തെ വിരക്തിയെ വിജൃംഭിതമാക്കുക, വർദ്ധിപ്പിക്കുക, വളർത്തുക, അങ്ങനെയുള്ള വൈരാഗ്യം കൊണ്ട് മയ്യർപ്പിതയ ഭക്തിയ യോഗേന ച എന്നിൽ അർപ്പിച്ച ഭക്തിയോഗം കൊണ്ടും മാം പ്രത്യഗാത്മാനമിഹ അവരുന്ധേ, മാം എന്നെ, പ്രത്യഗാത്മാനം മാം ഓരോരോ ജീവാത്മാക്കളിലും ഇരിക്കുന്ന എന്നെ, ഇഹ ഇവിടെ ഈ ശരീരത്തിൽ തന്നെ അവരുന്ധേ പ്രാപിക്കുന്നു. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പരമാത്മാവായിരിക്കുന്ന എന്നെ പ്രാപിക്കാൻ പറ്റും. ഈ ശരീരം വിട്ട് മറ്റൊന്നിലേക്ക് പോകേണ്ട ഒരാവശ്യവും ഇല്ല എന്നർത്ഥം. കാരണം വിഷയസുഖങ്ങൾ ക്ഷണികങ്ങളാണ്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒന്നും നിരന്തരമായി ദീർഘകാലം നിൽക്കത്തില്ല. ഏത് വിഷയം അങ്ങനെയാണ്. കണ്ണുകൊണ്ടും ചെവികൊണ്ടും മൂക്കൊണ്ടും നാവുകൊണ്ടും ഒക്കെ അറിയുന്ന ഓരോ അനുഭൂതി വിശേഷങ്ങൾ തൽക്കാലജങ്ങളാണ്. അത് ഒത്തിരി കാലം നിൽക്കത്തില്ല. അതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്നൊരു വിചാരം ദൃഢപ്പെടണം. എന്തൊക്കെ അനുഭവിക്കുമ്പോഴും, എന്തൊക്കെ സുഖാനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും, എന്തൊക്കെ മനോഹരമായ കാഴ്ച കാണുമ്പോഴും, സുന്ദരമായ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും, സ്വാദിഷ്ടമായ ഭോജ്യങ്ങൾ കഴിക്കുമ്പോഴും ഇത് ചിരസ്ഥായിയല്ല, ഇത് നഷ്ടപ്പെടുന്നതാണ്, ക്ഷണികങ്ങളാണ്. അതുകൊണ്ട് ഇവയെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കേണ്ടതാണ്. ഇതെന്നും കൊണ്ടു നടക്കാൻ പറ്റുന്നതല്ല എന്നൊരു ദൃഢത ഉണ്ടായാൽ വിരക്തി വരും. ആ വിരക്തിയും അതുകൊണ്ട് ശാസ്ത്രങ്ങൾ പഠിക്കാനുള്ള ഒരു യോഗ ഉണ്ടാകും.
അപ്പൊ ജീവാത്മ പരമാത്മാക്കളിലെ ഐക്യബോധം ഉണ്ടാകും. അപ്പം അഷ്ടാംഗമായ യോഗസിദ്ധി കൊണ്ട് ഫലങ്ങളോടുള്ള താല്പര്യം ഇല്ലാതിരിക്കുന്ന ഭക്തി, നിഷ്കാമ ഭക്തി, അത് ബലപ്പെട്ടു വരും. അതുകൊണ്ട് ഒരു ജീവാത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ പരമാത്മാവായിട്ട് എന്നെ പ്രാപിക്കും. വിട്ടുപോകണമെന്നില്ല, ജീവൻ മുക്തനാവാം. അതുകൊണ്ട് പ്രകൃതിയുടെ ഗുണങ്ങളെ സേവിച്ച് വൈരാഗ്യം വർദ്ധിപ്പിച്ച് ജ്ഞാനം നേടി യോഗം കൊണ്ട് എന്നിൽ അർപ്പിക്കപ്പെട്ട ഭക്തി കൊണ്ടും ഓരോരോ ജീവാത്മാക്കളിൽ ഇരിക്കുന്നതായ എന്നെ അവരവരുടെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് പ്രാപിക്കാൻ പറ്റും. അസേവയായം പ്രകൃതിർഗുണാനാം ജ്ഞാനേന വൈരാഗ്യ വിജൃംഭിതേനാം യോഗേന മയ്യർപ്പിതയാച ഭക്തിയാ മാം പ്രത്യഗാത്മാനമിഹാവരുന്ധേ. പ്രകൃതേഹ ഗുണാനാം അസേവയാം വൈരാഗ്യ വിജൃംഭിതേന ജ്ഞാനേന യോഗേന മൈ അർപ്പിതയാ ഭക്തിയാ അയം പ്രത്യഗാത്മാനം മാം ഇഹ അവരുന്ധേ. അസേവയായം പ്രകൃതിർഗുണാനാം ജ്ഞാനേന വൈരാഗ്യ വിജൃംഭിതേന യോഗേന മയ്യർപ്പിതയാ ച ഭക്തിയാ മാം പ്രത്യഗാത്മാനമിഹ അവരുന്ധേ. അസേവയായം പ്രകൃതിർഗുണാനാം ജ്ഞാനേന വൈരാഗ്യ വിജൃംഭിതേന യോഗേന മയ്യർപ്പിതയാ ച ഭക്തിയാ മാം പ്രത്യഗാത്മാനമിഹ അവരുന്ധേ. ഇത്രയുമാണ് ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരാൾക്ക് ബ്രഹ്മസ്വരൂപമായി ഈശ്വര സാക്ഷാത്കാരത്തെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ദേവഹുതി ചോദിച്ചു, കാചിത്തൊയ്യുചിതാ ഭക്തി കീദൃശീ മമ ഗോചരാം യയാ പദം തേ നിർവാണം അഞ്ജസന്വഷ്ണുവാം. കാചിത് ത്വയി ഉചിത ഭക്തി, അങ്ങയിൽ ഉചിതമായ ഭക്തി കാചിത് എപ്രകാരമുള്ളതാണ്. അങ്ങയിൽ യോജിപ്പിക്കാൻ പറ്റുന്ന ഭക്തിയുടെ ലക്ഷണം, സ്വഭാവം എന്താണ്? അങ്ങനെ വേണ്ടേ എനിക്ക് അങ്ങോട്ട് കിടക്കാൻ? ഈദൃശീ മമ ഗോചരാം, അതെനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അതെങ്ങനെ വിഷയമാകും? അപ്പം ആത്മജ്ഞാനം കൊണ്ട് യോഗം ഉണ്ടാകും. ആ യോഗങ്ങൾ വെച്ച് ഏറ്റവും പ്രധാനം ഭക്തിക്കാണ്. ഭക്തി ഫൽസംഗം കൊണ്ടുണ്ടാകും എന്നാണ് ഇത്രയും സമയം ഉപദേശിച്ചത്. അപ്പോഴാണ് സന്തുഷ്ടയായ ദേവഹൂതി ഭക്തിയുടെ സ്വരൂപത്തെ എന്താണെന്ന് വിസ്തരിച്ചറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചു. പറഞ്ഞു, ഉചിതമായ ഭക്തി, മുക്തിക്ക് യോഗ്യമായ ഭക്തി, അത് കാചിത്, അതെങ്ങനെയാണ് എനിക്ക് ലഭിക്കുന്നത്? അത് എപ്രകാരം? അതെങ്ങനെയാണ് എനിക്ക് ലഭിക്കാൻ പറ്റുന്നത്? യയാ തേ പദം, യാതൊന്നുകൊണ്ട് അങ്ങയുടെ പദത്തെ, നിർവാണമെന്ന പദത്തെ, അഞ്ജഫ പെട്ടെന്ന്, അന്വാശ്നുവാൻ അഹം ഞാൻ അനുഭവിക്കുന്നവനായി തീരും. അന്വാശ്നുവൈ അഹമാണ്. അന്വാശ്നുവാ അഹം എന്നുള്ള വായിക്കുമ്പോൾ അങ്ങനെ വായിച്ചാൽ മതി. അർത്ഥം ചിന്തിക്കുമ്പം അഞ്ജഫ അനു അശ്നുവൈ, അനു അശ്നുവൈ, അന്വഷ്ണുവൈ. അവിടെ അന്വഷ്ണുവാൻ എന്ന വകുപ്പ് പ്രത്യേകം വന്നിട്ട് ആയിത്തീർന്ന അഹം, ഞാൻ. അതുകൊണ്ട് എനിക്ക് അങ്ങയോടുമായുള്ള നിർവ്വാണത്തിന് അങ്ങയുടെ
പാദങ്ങളോട് ഐക്യം പ്രാപിക്കാൻ ഏത് ഭക്തിയാണ് എനിക്ക് ഉപകരിക്കാൻ പറ്റുന്നത്? പലതരത്തിൽ ഭക്തി ഉള്ളവരോട് ചോദിക്കാം. തേ നിർവാണം അഹം അശ്നുവൈ, അങ്ങയോടുള്ള നിർവാണം ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. തേ പദം, യാതൊന്ന് ചെയ്തിട്ടാണ്. ഭക്തിയാ, യാതൊരു ഭക്തി കൊണ്ടാണ് ആ പദത്തിലേക്ക് എത്താൻ പറ്റുന്നത് എന്നൊരു ചോദ്യം ദേവപതി ചോദിച്ചു. നമ്മളൊക്കെ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണ്. ഞാനിപ്പോ അനുഷ്ഠിക്കുന്ന ഭക്തിയൊക്കെ മതിയോ, പര്യാപ്തമാണോ? അതോ ഭക്തിക്ക് ഒരു ഏകദാനതയുണ്ടോ? അതിനൊരു ഏക ലക്ഷ്യമുണ്ടോ? അതിലേക്കാണോ പോകേണ്ടത്? ഇങ്ങനെ കുറേ സംശയങ്ങൾക്ക് ഒറ്റ ശ്ലോകത്തിൽ മറുപടി ദേവഹുതിയുടെ ചോദ്യത്തിൽ. കാചിത്തൊയ്യുചിതാ ഭക്തിക്ക് ദൃശീമഗോചരാം യയാ പദം തേ നിർവാണം അഞ്ജഫാഹം. ത്വയി ഉചിത ഭക്തി കാചിത് മമ ഗോചരാ കീദൃശി യയാ നിർവാണം തേ പദം അഞ്ജഫ അഹം അന്വാശ്നുവൈ. കാചിത് ത്വയ്യുചിതാ ഭക്തി കീദൃശി മമ ഗോചരാം യയാ പദം തേ നിർവാണം അഞ്ജഫാഹം. കാചിത് ത്വയ്യുചിതാ ഭക്തി കീദൃശി മമ ഗോചരാം യയാ പദം തേ നിർവാണം അഞ്ജഫ അന്വാശ്വാഹം. കാചിത് ത്വയ്യുചിതാ ഭക്തി കീദൃശി മമ ഗോചരാം യയാ പദം തേ നിർവാണം അഞ്ജഫ അന്വാശ്വാഹം. യോ യോഗോ ഭഗവദ്ബാണോ നിർവാണാത്മം പ്രയോദിതാം കീദൃശ കതിജ അംഗാനി യതസ്തത്വാവബോധനം. യോ യോഗ, യാതൊരു യോഗമാണ്. ഭഗവത് ബാണ, ബാണം എന്ന് വെച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ടാണ് അമ്പിന് ബാണം എന്ന പേര് വന്നത്. ഭഗവത് ബാണ വെച്ചാൽ ഭഗവാനി എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്ന, പ്രാപിക്കാൻ പറ്റുന്ന, ഭഗവാനെ പ്രാപിക്കാൻ പറ്റുന്ന ഭഗവത് ബാണോ നിർവാണാത്മം ത്വയാ ഉദിത. നിർവാണാത്മൻ എന്ന സംബോധനയാണ്. ആത്മം എന്നുള്ളത്തെ അനുസ്വാരം ആത്മൻ എന്നായിട്ട് മാറും. പദം ഇരിക്കുമ്പേ ഉള്ളൂ, വായിക്കുമ്പം നിർവാണാത്മം സ്ത്വയോദിത എന്ന് തന്നെ വായിച്ചാണ്. നിർവാണാത്മൻ, മോക്ഷസ്വരൂപനായ ഹേ ഭഗവൻ, അങ്ങയെ പ്രാപിക്കാനുള്ള നിർവാണാത്മൻ ത്വയാ ഉദിത കീദിശഃ ച അംഗാനി, അങ്ങയാൽ പറയപ്പെട്ട ആ ഭക്തിയുടെ സ്വരൂപം എന്താണ്? അംഗാനി കതി, അതിൻ്റെ അംഗങ്ങൾ എത്രയാണ്? യതഃ തത്വാവബോധനം, യാതൊന്നുകൊണ്ടാണോ തത്വാവബോധനം എന്ന ജ്ഞാനം ഉണ്ടാകുന്നത്? അതെനിക്ക് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ. അങ്ങയെ പ്രാപിക്കാൻ സഹായിക്കുന്ന യോഗം, ആ യോഗം കൊണ്ട് തത്വങ്ങളുടെ വിജ്ഞാനം ഉണ്ടാകണം. എങ്കിൽ ആ യോഗത്തിന്റെ സ്വരൂപം എന്താണ്? അതിൻ്റെ അംഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് അങ്ങയെ പ്രാപിക്കാൻ സഹായിക്കുന്ന ഇപ്പൊ പറഞ്ഞ യോഗങ്ങളിലെ യോഗ തത്വത്തിന്റെ ലക്ഷണം, സ്വഭാവം, അംഗങ്ങൾ, ഇതൊക്കെ എനിക്ക് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ. യോ യോഗോ ഭഗവത് ബാണോ നിർവാണം സ്ത്വയോദിതാം കീദിശ കതിജ അംഗാനി യതസ്തത്വാവബോധനം. നിർവാണാത്മൻ ഭഗവത് ബാണ യഹ യോഗഃ ത്വയാ ഉദിതഃ സ്വകീദിശഃ അംഗാനി കതി യതഃ തത്വാവബോധനം. യോ യോഗോ ഭഗവത് ബാണോ നിർവാണാത്മം സ്ത്വയോദിതാം കീദൃശ കതിജ അംഗാനി യതസ്തത്വാവബോധനം. യോ യോഗോ ഭഗവത് ബാണോ നിർവാണാത്മം സ്ത്വയോദിതാം കീദൃശ കതിജ അംഗാനി യതസ്തത്വാവബോധനം. യോ യോഗോ ഭഗവത് ബാണോ നിർവാണാത്മം സ്ത്വയോദിതാം
ഈദൃശ കതിജ അംഗാനി യതസ്തത്വാവബോധനം തദേതന്മേ വിജാനീഹി യഥാഹം മന്ദധീർഹരേ സുഖം ബുദ്ധേയ ദുർബോധം ദോഷാ ഭഗവദനുഗ്രഹാത് തത് ഏതത് മേ വിജാനീഹി. അതുകൊണ്ട് അത് എനിക്ക് പറഞ്ഞു തരൂ, എനിക്ക് അറിയിച്ച. യഥാഹം മന്ദധീഹ ഹരി, ഹേ ഹരേ മന്ദധീഹി അഹം, ബുദ്ധി മന്ദീഭവിച്ചവനായ ഈ ഞാൻ, തദ്ദേതന്നെ വിജാനീഹി യഥാഹം മന്ദധിർഹരേ സുഖം ബുദ്ധിയേയ. സുഖത്തെ എങ്ങനെ അറിയാൻ പറ്റുമോ? ദുർബോധം ദോഷ ഭഗവത് അനുഗ്രഹാത്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് യഥാസുഖം ബുദ്ധിയേയ, എപ്രകാരമായാൽ സുഖമായിരിക്കുമോ തഥാ മേ വിജാനീഹി, അങ്ങനെ എന്നെ ധരിപ്പിച്ചാൽ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എങ്ങനെ എനിക്ക് സുഖമായിരിക്കാൻ പറ്റുമോ അതെന്നെ അറിയിച്ചാലും. ഞാനിപ്പോൾ മന്ദധിയാണ്, അതേപോലെ യോഷ സ്ത്രീയുമായ ഞാൻ. രണ്ട് കുറവുകളാണ് എനിക്ക്. ഒന്ന് മന്ദബുദ്ധിയാണ്, രണ്ട് സ്ത്രീയാണ്. സ്ത്രീ ഒരു കുറവാണ് എന്നല്ല പറഞ്ഞുകൊണ്ടുവരുന്നത്. സ്ത്രീകൾക്ക് വിഷയത്തിലേക്ക് എത്തിപ്പെടാൻ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഇത്തിരി വൈകലുണ്ടാകും, അത്രേ ഉള്ളൂ. അത്ര എളുപ്പമല്ല, കാരണം അവർക്ക് ധാരാളം ഗൃഹസമ്മർദ്ദമുള്ളവരാണ്. അതിൽ നിന്നുകൊണ്ട് വേണം ഇവർക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ. അതുകൊണ്ട് സാവധാനം ഉള്ളവരാണ്. ബുദ്ധിക്ക് മന്ദത ഭവിച്ച സ്ത്രീകളാണ്, അതിൽപ്പെട്ടവളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്താലാണോ, എന്താണ് സുഖം എന്നറിയാൻ പറ്റുന്നത് അതെനിക്ക് പറഞ്ഞു തരും. അതുകൊണ്ടാണ് ഈ സാഖ്യം എന്ന യോഗം അറിയാൻ സാധിക്കാത്തതാണല്ലോ ഞങ്ങളെ പോലെയുള്ളവർക്ക്. കാരണം മന്ദബുദ്ധിയും സ്ത്രീയുമായി ഞാൻ അതിനെ എങ്ങനെ സുഖമായി അറിയാൻ പറ്റുമോ അങ്ങനെ എനിക്ക് പറഞ്ഞു തരണം. ഈ സാഖ്യ യോഗം, ഈ സാഖ്യശാസ്ത്രം സാധാരണക്കാർക്ക് ഗ്രഹിക്കാൻ ദുർഗ്രഹമാണ്. അപ്പോൾ മന്ദബുദ്ധിയും സ്ത്രീയുമായി ഞാൻ എനിക്ക് പതുക്കെ ആകാൻ പറ്റില്ല എന്നില്ല, സാവധാനമാണ്. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെ ഇത് അറിഞ്ഞ് ആചരിക്കാൻ പറ്റും എന്ന് അങ്ങ് സാവധാനം ആലോചിച്ച് എനിക്ക് പറഞ്ഞു. തദ്ദേതന്മേ വിജാനീഹി യഥാഹം മന്ദധിർഹരേ സുഖം ബുദ്ധിയെ ദുർബോധം ദോഷ ഭഗവദനുഗ്രഹാത്. ഹേ ഹരേ ദേവ, മന്ദധീഹി ദോഷ അഹം ദുർബോധം തദ്ദേതത് ഭഗവദനുഗ്രഹാത് യഥാസുഖം ബുദ്ധിയേയ തഥാ മേ വിജാനീഹി. തദ്ദേതന്മേ വിജാനീഹി യഥാഹം മന്ദധിർഹരേ സുഖം ബുദ്ധിയേയ ദുർബോധം ദോഷ ഭഗവദനുഗ്രഹാത്. തദ്ദേതന്മേ വിജാനീഹി യഥാഹം മന്ദധിർഹരേ സുഖം ബുദ്ധിയേയ ദുർബോധം ദോഷ ഭഗവദനുഗ്രഹാത്. ഇത്രയും ചോദിച്ചു കഴിഞ്ഞപ്പോൾ മൈത്രേയൻ ഇവരെ തമ്മിൽ ഘടിപ്പിക്കുന്ന സന്ദർഭം പറഞ്ഞിട്ട് ഭഗവാന്റെ ഉപദേശം വീണ്ടും ആരംഭിക്കുകയാണ്. വിദിത്വാർത്ഥം കപിലോ മാതുരിത്ഥം ഞാൻ ജാതസ്നേഹോ യത്തന്വാഭിജാതാം തത്വാന്യായം യത് പ്രവദന്തി സംഖ്യം പ്രവാച വൈ ഭക്തിവിധാനയോഗം.
വിദിത്വ അർത്ഥം. അമ്മയുടെ അർത്ഥത്തെ അറിഞ്ഞു. ഞാനീ പറഞ്ഞു കൊടുക്കാൻ പോകുന്ന സാഖ്യയോഗം കൊണ്ട് അമ്മയ്ക്ക് എന്തൊരർത്ഥമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നറിഞ്ഞിട്ട് കപിലോ മാതുഹു ഇത്തം, അമ്മയ്ക്ക് ഇപ്രകാരത്തിൽ സ്നേഹം ഉണ്ടായിട്ട് എത്ര തന്വാഭിജാത, ആ ശരീരത്തിനുണ്ടായവനാണല്ലോ ഞാൻ എന്ന് വിചാരിച്ച് തത്വ ആംനായം, തത്വത്തിന്റെ വേദം, ത്വാംനായം യത് പ്രവദന്തി സാഖ്യം, സാഖ്യത്തെ അങ്ങനെയാണ് വിളിക്കപ്പെടുന്നത്. തത്വാംനായം എന്ന് സാഖ്യത്തെ വിളിക്കപ്പെടും. അങ്ങനെയുള്ള സാഖ്യം പ്രോവാച പറഞ്ഞു, വൈ തീർച്ചയായിട്ടും ഭക്തിവിധാനയോഗം, ഭക്തിയെയും ബലപ്പെടുത്തുന്ന യോഗത്തെയും കൂടി പ്രോവാച പറഞ്ഞു. യോഗവും പറഞ്ഞു, ഭക്തിയും പറഞ്ഞു. അത് ബലമുള്ളതാകുകയാണ്. അപ്പൊ കപില ഭഗവാനോട് ഭക്തിയോഗവും സാഖ്യവും രണ്ടുമാണ് ചോദിച്ചത്. സാഖ്യം വേറെയാണ്, ഭക്തി വേറെയാണ്. ഇത് രണ്ടും എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ സാഖ്യത്തിൽ ഭക്തി കൂടെ ചേർന്നു. രണ്ടും കൂടെ ഒന്നിനൊക്കെ ഇച്ചാക്കി ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ട് എൻ്റെ കപിലന്റെ തന്നെ ശരീരമാണ് അമ്മയുടെ ശരീരം. അമ്മയിൽ നിന്നും കിട്ടുന്നതാണ് ഈ ശരീരം. അങ്ങനെ അമ്മയിൽ സ്നേഹം ധാരാളം ഉണ്ടായി. അതിനെ വർദ്ധിപ്പിക്കാൻ പാകത്തിന് തത്വവിചാരക്രമത്തെ ഉപദേശിച്ചു കൊടുക്കാൻ പോവാണ്. പൂർവാചാര്യന്മാർ പറഞ്ഞിട്ടുള്ള സാഖ്യശാസ്ത്രം തന്നെയാണ്, പക്ഷെ അതിലെ ഭക്തി കൊണ്ട് ചേർത്താണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അമ്മയോടുള്ള ഭക്തി, മാതൃഭക്തി എന്തുമാത്രം ഉന്നതമാണ് എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം കാണിക്കാം. ഇങ്ങനെ സാധാരണക്കാർക്ക് ഈ അമ്മയിൽ ഭക്തി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് സാഖ്യം, ഭക്തി സ്വരൂപത്തോടു കൂടി യോഗത്തിന്റെ ക്രമവും എന്ന് 3 വിഷയങ്ങളാണ് കപിലൻ ഉപദേശിക്കുന്നത്. സാഖ്യം മാത്രമല്ല, സാഖ്യമുണ്ട്, ഭക്തിയുണ്ട്, യോഗമുണ്ട്. 3 വിഷയങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയാൻ പോവാം. 3 കുറിച്ചുമാണ് ഉപദേശം ആരംഭിച്ചത്. സാഖ്യം എങ്ങനെ ശാസ്ത്രമാണ്, ഭക്തിയുടെ സ്വരൂപം എന്താണ്, യോഗങ്ങൾക്കൊരു ക്രമമുണ്ട്, അഷ്ടാംഗ യോഗങ്ങൾ, ആ ക്രമം എന്ന് 3 വിഷയങ്ങളെ കുറിച്ച് അമ്മയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് കപിലൻ ഉപദേശം ആരംഭിക്കുകയാണെന്ന് മൈത്രേയൻ പറഞ്ഞു. വിദിത്വാർത്ഥം കപിലോ മാധുരിത്ഥം ജാതസ്നേഹോ യത്ര തന്വാഭിജാതാം തത്വാംനായം യത് പ്രവദന്തി സംഖ്യം പ്രോവാച വൈ ഭക്തിവിധാനയോഗം. കപിലഃ മാധു ഇത്തം അർത്ഥം വിദിത്വാ യത്ര തന്വാ അഭിജാതഃ തത്ര ജാതസ്നേഹഃ യത് സാഖ്യം പ്രവദന്തി തത്വാംനായം ഭക്തിവിധാനയോഗം പ്രോവാച വൈ. വിദിത്വാർത്ഥം കപിലോ മാധുരിത്ഥം ജാതസ്നേഹോ യത്ര തന്വാഭിജാതം തത്വാംനായം യത് പ്രവദന്തി സംഖ്യം പ്രോവാച വൈ ഭക്തിവിധാനയോഗം. വിദിത്വാർത്ഥം കപിലോ മാധുരിത്ഥം ജാതസ്നേഹോ യത്ര തന്വാഭിജാതം തത്വാംനായം യത് പ്രവദന്തി സംഖ്യം പ്രോവാച വൈ ഭക്തിവിധാനയോഗം. ഈ ഭഗവാന്റെ ഉപദേശം അടുത്ത വിഷയത്തിലോട്ട് പോവാം. ദേവാനം ഗുണലിംഗാനാം ആനുശ്രവണിക കർമ്മണാം
ആനുശ്രവിക കർമ്മണാം ഫത്വേവൈകമനസോ വൃത്തി സ്വാഭാവികീതുയാം അനിമിത്ത ഭാഗവതീ ഭക്തി സിദ്ധിർഗരീയസി ജരയത്യാശു യാ കോശം നിഗൃഹണമനലോ യഥാ. ദേവാനം ഗുണലിംഗാനം, ഗുണങ്ങളുടെ അടയാളത്തോടു കൂടിയവരായ ദേവൻ. ഗുണലിംഗാനാം ദേവാനാം ആനുശ്രവിക കർമ്മണാം. ആനുശ്രവികം വേദോക്തമായ കർമ്മം. ആനുശ്രവിക കർമ്മണാം വേദോക്തമായ കർമ്മങ്ങളുടെ ഗുണലിംഗാനാം അവയുടെ ശബ്ദാദി ഗുണങ്ങളെ അറിയുമ്പോഴുണ്ടാകുന്ന സത്വ ഏവ ഏകമനസോ വൃത്തി സ്വാഭാവികാതോ. സത്വത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന യാതൊരു വൃത്തിയാണോ അത് സ്വാഭാവികയാണ്, സ്വഭാവസിദ്ധമാണ്. സത്വേവ ഏകമനസോ വൃത്തി സ്വാഭാവികാതു യാ അനിമിത്ത ഭാഗവതീ ഭക്തി. അന്യകാരണം ഒന്നുമില്ലാത്ത, നിമിത്തങ്ങളൊന്നുമില്ലാത്തതാണ് ഭാഗവതീ ഭക്തി. ഭഗവാനോട് ഭക്തി ഉണ്ടാകാൻ പ്രത്യേകിച്ച് ഒരു നിമിത്തവും ഇല്ല. സിദ്ധേഹ ഗരീയഫി, ഗരിഷ്ഠമായ സിദ്ധിക്കും ജനയതി ആശു യാ കോശം നികീർണം അനുലോയത. കോശത്തെ മറച്ചിരിക്കുന്ന ആവരണത്തെ ഇത് മാറ്റുക തന്നെ ചെയ്യും. ജരയതി ആശു കോശം നികീർണം അനലഹ ഇവ. അനലം അഗ്നി, നികീർണം യഥ തന്നിലേക്ക് എത്തിച്ചേർന്ന വിഷയങ്ങളോട് എന്ന പോലെ ആശു ജരേതി വേഗം നശിപ്പിക്കും. ജനേത്യാശു യാ കോശം നികീർണം അനലോ യഥ. എപ്രകാരമാണോ തന്നോട് വന്നു ചേരുന്ന വസ്തുക്കൾ എത്രയും വേഗം അഗ്നി കത്തിച്ചു കളയും, അതുപോലെ ലൗകികവും പാരത്രികവുമായ യാതൊരു സുഖവും ഉദ്ദേശിക്കാതെ പരിശുദ്ധമായിരിക്കുന്നതിന്റെ പേരാണ് ശുദ്ധഭക്തി. അങ്ങനെയുള്ള ഭക്തി ഉണ്ടാകണമെങ്കിൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാതിരിക്കണം. അങ്ങനെ ആ കർമ്മങ്ങളൊന്നും ചെയ്യാതെ വിധിച്ച കർമ്മങ്ങൾ ചെയ്യുകയും വേണം, നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യരുത്. അങ്ങനെ ആയാൽ ഭഗവത് പ്രസാദമുണ്ടാകും. അതുകൊണ്ട് ഏകനായ ഭഗവാനിൽ മനസ്സ് ഉറയ്ക്കും. ആ പുരുഷന്റെ കാരണമെന്ന അജ്ഞാനമാകുന്ന കോശത്തെ അഗ്നി എന്ന പോലെ കത്തിച്ചു കളയും. ആവരണത്തെ മുഴുവനും മാറ്റിക്കളയും. അവിദ്യയാകുന്ന ആവരണത്തെ കത്തിച്ചു മാറ്റിക്കളയും. അപ്പോൾ അത് കത്തിയിരിഞ്ഞു മാറിയാൽ പിന്നെ ശുദ്ധമായ സ്വരൂപബോധം ആനന്ദമായിട്ട് പ്രകാശിക്കും. ഇതാണ് മുക്തി. ഇതിന് കാരണമായത് ശുദ്ധഭക്തിയാണ്. ഈ ശുദ്ധഭക്തിയാണ് നേടേണ്ടത് എന്ന് ഉപദേശിക്കാം. ദേവാനാം ഗുണലിംഗാനാം ആനുശ്രവിക കർമ്മണാം സത്വേവൈകമനസോ വൃത്തി സ്വാഭാവികേതുയാം അനിമിത്ത ഭാഗവതീ ഭക്തി സിദ്ധിർഗരീയസി ജനയത്യാശു യാ കോശം നികീർണമനലോ യഥാം. ആനുശ്രവിക കർമ്മണാം ഗുണലിംഗാനാം ദേവാനാം സത്വേ ഏവ യാ വൃത്തി
സ്വാഭാവികി അനിമിത്ത സാ ഭാഗവതി ഭക്തി സിദ്ധേഹ ഗരീയസി ഏകമനസഃ കോശം അനലം നികീർണം യഥാ ആശു ജനേന ദേവാനാം ഗുണലിംഗാനാം ആനുശ്രവിക കർമ്മണാം സത്വേവൈകമനസോ വൃത്തി സ്വാഭാവികാതുയാ അനിമിത്ത ഭാഗവതീ ഭക്തി സിദ്ധർഗരീയസി ജനയത്യാശു യാകോശം നികീർണമനലോ യഥാ ദേവാനാം ഗുണലിംഗാനാം ആനുശ്രവിക കർമ്മണാം സത്വേവൈകമനസോ വൃത്തി സ്വാഭാവികീതുയാ അനിമിത്ത ഭാഗവതീ ഭക്തി സിദ്ധർഗരീയസി ജനയത്യാശുയാകോശം നികീർണമനലോ യഥാ ദേവാനാം ഗുണലിംഗാനാം ആനുശ്രവിക കർമ്മണാം സത്വേവൈകമനസോ വൃത്തി സ്വാഭാവികീതുയാ അനിമിത്ത ഭാഗവതീ ഭക്തി സിദ്ധർഗരീയസി ജനയത്യാശു യാകോശം നികീർണമനലോ യഥാ എന്നിങ്ങനെ ആദ്യം തന്നെ ഭക്തിയുടെ സ്വരൂപം ചോദിച്ചപ്പോൾ ഐഹികമോ പാരത്രികവുമായ ഒരു സുഖവും ഉദ്ദേശിക്കാതെ സ്വർഗം പോലും ഉദ്ദേശിക്കാതെ ആണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അത് ശുദ്ധ ഭക്തിയാണ്. അപ്രകാരമുള്ള ഭക്തി ഉണ്ടെങ്കിലേ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മം ചെയ്യാൻ പറ്റുകയുള്ളൂ, പറയാത്ത ചെയ്യാതിരിക്കാനും പറ്റും. അതുകൊണ്ട് ഏകനായ ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ആ ഭഗവാന്റെ നിഷ്കാമമായ ഭക്തി ഉണ്ടാകണം. അത് അഗ്നി വിറകിനെ ദഹിപ്പിക്കുന്നത് പോലെ ആത്മാവിൽ ആവരണം ചെയ്ത അവിദ്യാംശത്തെ ഭക്തിയാകുന്ന അഗ്നി കൊണ്ട് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആനന്ദം മാത്രം അവശേഷിക്കുന്നു. ഇതാണ് മുക്തി. ഇതിന് കാരണമായത് ശുദ്ധ ഭക്തിയാണ്. മുക്തിയേക്കാൾ വലുതാണ് ശുദ്ധഭക്തി എന്ന് പറയുന്നത്. ദേവാനാം ഗുണലിംഗാനാം ആനുശ്രവിക കർമ്മണാം സത്വേവൈകമനസോ വൃത്തി സ്വാഭാവികീതുയാ അനിമിത്ത ഭാഗവതീ ഭക്തി സിദ്ധർഗരീയസി ജനയത്യാശുയാകോശം നികീർണമനലോ യഥാ. ഇനിയാണ് അങ്ങോട്ട് സാഖ്യയോഗത്തെ കുറിച്ചുള്ള ഉപദേശം അങ്ങോട്ട് ആരംഭിക്കാൻ പോകുന്നുള്ളൂ. ഈ അധ്യായത്തിൽ അത് ഏകദേശം പറഞ്ഞു വെക്കും. നമ്മുടെ സമയം ഏതാണ്ട് ഭാഗമായിരിക്കുന്നു. നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം. ബാക്കി വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിലാവട്ടെ. സംശയങ്ങൾ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. നാളെ ഇപ്പൊ നമുക്ക് ശിവരാത്രി ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് നാളെ ഒരു ദിവസത്തേക്ക് അവധിയായിരിക്കും എന്ന് ഇന്ന് തന്നെ അറിയിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.